നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ, നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഫലവൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചിലപ്പം 4-5 വർഷമൊക്കെ നല്ല രീതിയിൽ അതിനെ വളർത്തി നല്ല ഗ്രോത്തിൽ നല്ല വളർന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മളതിൽ നിന്ന് പഴമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ അതല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊരു ചെറിയ കാര്യം കൂടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കുക. എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് നല്ലൊരു വരുമാനമാക്കി മാറ്റാം. ഒരുവിധ എല്ലാവിധ ഫലവൃക്ഷങ്ങളിൽ നിന്നും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനൊരു റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് ഒരു കമ്പനി അയച്ചു തന്നാണ്. നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. പക്കന്തരം നമ്മൾ സാധാരണ നോർമലായിട്ട് ലെയർ ചെയ്യുന്നതൊക്കെ സ്പീഡിൽ വേര് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഓവറായിട്ട് ഭയങ്കര തിക്നെസ്സിലാണ് വേര് വരുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു റൂട്ടിംഗ് ഹോർമോണിൻ്റെ ആ പൗഡറിൻ്റെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുത്ത് നമുക്ക് തൈകൾ നല്ല രീതിയിൽ കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ വിൽപ്പന നടത്തുക. അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ചെയ്തെടുത്തത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ഒരു 50 ദിൽഹേരി ചാമ്പ ഞാൻ ലെയർ ചെയ്ത് വെച്ചിരുന്നു. കാരണം നമുക്ക് പഴം കിട്ടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ശിഖരങ്ങൾ നമുക്ക് ലെയർ ചെയ്ത് തൈകളാക്കി എടുക്കുക എന്നുള്ളതിൽ ഒരു 50 എണ്ണം ഞാൻ നമ്മളെ റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ച് ലെയർ ചെയ്തതാണ്. ആ 50ഉം സക്സസ് ആണ്. 50ഉം വേര് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കട്ട് ചെയ്യാണ്. നല്ല രീതിയിൽ വേരായിട്ടുണ്ട്. ഓക്കെ. എല്ലാ കമ്പും നമുക്ക് ഒരു കമ്പ് നമുക്ക് വേരായിട്ടില്ല എന്ന് പറഞ്ഞ് നിർത്തേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ട് എല്ലാ കമ്പും നമുക്ക് വേരായിട്ടുണ്ട്. നല്ല സ്ട്രോങ് വേരുകളാണ്. അങ്ങനെ ചെറിയ വേരുകളല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ്. ഓക്കെ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ. ഒരു കമ്പനി നമുക്ക് വേര് വരാതെ ഇരുന്നിട്ടില്ല. എല്ലാ കമ്പും നല്ല വേരാണ്. അല്ലേ? നല്ല സ്ട്രോങ് വേരുകളാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തൈകൾ ഉണ്ടാക്കി നമുക്ക് നല്ല പോട്ടി മിക്സ് ഉണ്ടാക്കി നല്ലത് ഒരു മാസം പോട്ടി മിക്സിയിൽ കവറിൽ വെച്ച് നല്ല ഒന്നും കൂടി ഗ്രോത്താക്കി നല്ലൊരു റേറ്റിന് ഡെലിവറിയൊക്കെ എപ്പോഴും ഇന്നും നല്ല മാർക്കറ്റുള്ള ചാമ്പക്ക തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തൈകളാക്കി നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. പാക്കറ്റാക്കി സെയിൽ ചെയ്യാം. ഓക്കെ. നമ്മൾ ചെയ്ത എല്ലാ കമ്പും അത് ഒറ്റൊന്ന് പോലും നമുക്ക് മിസ്സായിട്ടില്ല. അതതിൽ ഭയങ്കര ഒരു റിസൾട്ട് അതാണ്. എല്ലാ കമ്പും നമുക്ക് റിസൾട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ ഇതുപോലെ ഫലവൃക്ഷങ്ങളുണ്ടാവും. ഇതുപോലെ നമുക്ക് ലെയർ ചെയ്ത് തൈകളാക്കി എടുക്കുക. ഓക്കെ. നല്ല റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ ഈ ലോക്കലായിട്ട് കിട്ടുന്ന റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കാതിരിക്കുക. നല്ല റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുക. നല്ല കമ്പനി, നല്ല സാധനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. എന്നാൽ നമുക്ക് ഒരുപാട് തൈകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കംപ്ലീറ്റ് കമ്പുകളും നമുക്ക് റിസൾട്ടാണ്. ഓക്കെ. ഒറ്റൊന്ന് വേര് വരാതെ ഇരുന്നിട്ടില്ല. ഒക്കെ നല്ല റിസൾട്ടാണ്. നല്ല പക്ക റിസൾട്ടാണ്.
ഞാൻ യൂസ് ചെയ്യുന്ന റൂട്ടിംഗ് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ക്ലോണർസ് എന്നാണ് നമ്മളെ റൂട്ടിംഗ് ഹോർമോൺ. അടിപൊളി സംഗതിയാണിത്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത്, അതായത് കമ്പ് എടുത്ത് വേര് പിടിപ്പിക്കാനും നമ്മളെ ബൊഗൈൻവില്ല, റോസ്, മറ്റ് എന്ത് ഇതാണെങ്കിലും വേര് പെട്ടെന്ന് പിടിക്കും. അതുപോലെ ലെയറിങ്ങിന്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിയ വലിയ കമ്പുകൾ, പ്ലാവ് ആയാലും മാവായാലും അങ്ങനെയുള്ള ഐറ്റംസുകൾ നമുക്ക് വേര് പിടിക്കുന്നുണ്ടല്ലോ. വലിയ പേരക്ക, വലിയ വലിയ കമ്പുകൾ. അപ്പോൾ ഇതിൻ്റെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അടിപൊളി സാധനമാണ് അത്. നമുക്ക് ഏത് വലിയ തടികളും നമുക്ക് ലെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ കമൻറ്റിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ആ വാട്സപ്പിൽ നിങ്ങളൊന്ന് ഹായ് അയച്ച് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി അല്ലെങ്കിൽ ഇതാക്കി കൊടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ തരുന്നത് നിങ്ങൾക്ക് വിളിച്ച് സാധനം ഓക്കെ ആക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ തൂല് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ റൂട്ടിംഗ് ഹോർമോണ് പുരട്ടി കൊടുക്കുക. ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ആ പൗഡർ കുറച്ചെടുത്തിട്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ, ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മേപ്പൂട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ചുറ്റുഭാഗത്തായിട്ട്. പിന്നെ പെങ്കൽ വരാതിരിക്കാൻ അതിൻ്റെ നമ്മളെ വെള്ള ഭാഗത്ത് ഒരെടുത്ത ഭാഗത്ത് എന്ത് ചെയ്ത് കൊടുക്കുക. ബസ് ഇത്രയും മതി. ഓക്കെ, നല്ല റിസൾട്ടാണത്. ഇനി നമ്മളെ പിന്നെ ഇത് നമ്മളെ കൊക്കോപ്പീറ്റ് ചകിരിച്ചോറ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിലേക്ക് മെല്ലെ സെൻറ്ററാക്കിയിട്ട് വെക്കുക. സെൻറ്ററാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്നാണ്ട് കെട്ടിക്കൊടുക്കുക. ഓക്കെ, സിമ്പിൾ പരിപാടിയുള്ളത്. നമ്മൾ വലിയൊരു മെനക്കെട്ട പണിയൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മൾ ഒരു 15 ദിവസം മുതൽ 17 ദിവസം കൊണ്ട് വേര് സ്റ്റാർട്ടായി നമ്മളൊരു 25 മുതൽ 30 ദിവസം കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നല്ല സ്ട്രോങ് വേരുകളാണ്, നമ്മൾ ചെറുവേരുകളല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് കവറാക്കുക, ബാക്കിയെല്ലാം കവറാക്കിയിട്ട് കാണിച്ചു തരാം. വെരി സിമ്പിൾ. അങ്ങനെ നമുക്ക് ഇത് 10-12 കവറാണ്. 10-10 ആയാലും വേണ്ടില്ല, 8-10 ആയാലും വേണ്ടില്ല. ഓക്കെ, ഇങ്ങനെ കവറാക്കി വെച്ച് ഒരു 2 മാസം നമ്മൾ സംരക്ഷിച്ചാൽ ഒരു 250 ഉറുപ്പ്യ പോട്ടെ, ഒരു 200 കൂട്ടിക്കോളി, ആ റേഞ്ചിൽ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടും. പോട്ടി മിക്സ് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മേൽമണ്ണ്. ഓക്കെ, ഈ റേഞ്ചിൽ നമ്മളെന്ത് ചെയ്യുക, നനയ്ക്കുക. ഇപ്പോൾ വേനൽക്കാലം അതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാൽ മഴ ഇല്ലെങ്കിൽ നനക്കും വേണം. അങ്ങനെ ഒരു മാസം നമ്മൾ 1-1.5 മാസം സംരക്ഷിച്ച് ഇതൊന്ന് ശിഖരങ്ങളും ഇലകളൊക്കെ ആയതിൻ്റെ ശേഷം നമുക്കിത് സെയിലിന് വെക്കാം. അങ്ങനെ നമുക്കൊരു 50 പീസാണത്. 50 പീസ് നമ്മളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നല്ലൊരു എമൗണ്ടിനുള്ളതുണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിത് കംപ്ലീറ്റ് നിറച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 50 ദൽഹരി ചാമ്പ കവറാക്കിയിട്ടുണ്ട്. കുറച്ച് സമയമെടുത്ത്, കാരണം 12-10 കവറല്ലേ. അപ്പോൾ അത്യാവശ്യം സംഗതികൾ വേണം, പോട്ടി മിക്സ് വേണം. അപ്പോൾ ഏതായാലും നല്ല ഉഷാറായിട്ട് കവറാക്കി വെച്ച് ഇനിയിപ്പോൾ ഇത് നമ്മളെന്തോ ഒന്ന് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം. അത് മഴയാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഒരാഴ്ച നമ്മൾ വെക്കണം. കാരണം വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇലവാട്ടം, ഇല കൊഴിച്ചിൽ അങ്ങനെയൊക്കെ സാധിക്കാം. ഇല കൊഴിച്ചിൽ ഓവറാവും. അപ്പോൾ നമ്മളത് ഒരു 7 ദിവസം ഒന്ന് തണലത്ത് വെക്കുക. മരങ്ങളുടെ ചോട്ട്, മുറ്റത്ത് തണലുള്ള ഏരിയയിൽ വെച്ചാൽ മതി. പിന്നെ നമ്മളതൊന്ന് വെയിലത്തേക്ക് വെച്ച് നല്ല നനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് വളർച്ച. പിന്നെ വേരുണ്ട് സ്പ്രെഡായി പിന്നെ നല്ല ഇനം വളമകളൊക്കെ കൊടുത്ത് ഒന്ന് ഗ്രോത്താക്കി ഉഷാറാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഏതായാലും ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലെയർ ചെയ്ത്, ഗ്രാഫ്റ്റ് ചെയ്ത്, ബെഡ് ചെയ്ത്, അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഒരുപാട് ഇനം ഫലവൃക്ഷങ്ങളുടെ തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ചെറിയ രീതിയിൽ നമുക്കൊരു വരുമാനമാക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും.